നമസ്കാരം. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ക്ലോസ് ആയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ, ഒരു വലിയ പ്രശ്നം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? അതായത് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് പഠിക്കുന്ന ആളല്ല കേട്ടോ, വളരെ അടുത്ത് വന്ന് ചേർന്നിട്ടുള്ള മാസങ്ങളായിട്ടുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻറ്റിമസി വന്നിട്ടില്ല ഞാനും ആളും തമ്മിൽ. പെട്ടെന്ന് മരണപ്പെട്ടതാണ് ഹസ്ബൻഡ്. എന്നും ഹസ്ബൻഡ് ആയിരുന്നു എല്ലാ ആഴ്ചയും കൊണ്ടാക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ പോകണോ? അത്രയ്ക്ക് അടുപ്പമായിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ ചെല്ലേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു. ആ ദിവസം രാത്രി വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ, ഇവരുടെ നൈബറായിരുന്ന വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ മൊബൈലിൽ നിന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് വരികയാണ്. ഈ മരിച്ച ആ വീട്ടിലുള്ള ആ സ്റ്റുഡൻറ്റിൻ്റെ വോയിസ് മെസ്സേജ് ഇവർ ത്രൂ എനിക്ക് അയക്കുകയാണ്. അലറി കരഞ്ഞുകൊണ്ടാണ് ആ വോയിസ് ഉള്ളത്. ടീച്ചറോടൊന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ പറയുമോ എന്ന് ചോദിച്ചിട്ട് ബോഡി എടുക്കുന്ന സമയത്താണ് അത്രേ അവരങ്ങനെ അലറി കരഞ്ഞത്. എനിക്കൊന്ന് ടീച്ചറെ കാണണം, ഒന്ന് വരാൻ പറയുമോ എന്ന് കേട്ടിട്ട് ഞാൻ ആ രാത്രി മുഴുമിപ്പിച്ചു എന്നേ ഉള്ളൂ. രാവിലെ തന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. ഒരു തവണയല്ല, പലതവണ പോയി. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, ശരിക്കും നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന, നിങ്ങളുടെ ഒരു പ്രസൻസ് മാത്രം മതി ശരിയാവാൻ എന്നുള്ള ആളുകളുണ്ട്. ആ ആളുകൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അയാളെ ഫേസ് ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് മാറി നിൽക്കരുത്. നിങ്ങൾ ഓടിച്ചെല്ലണം. അയാൾക്കത് ആവശ്യമാണ്. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ, നിങ്ങളുമായിട്ട് ഒരു ഇൻറ്റിമസി ഇല്ലാത്ത, നിങ്ങളോട് ഒരു അടുപ്പവും ഇല്ലാത്ത, മാനസികമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഭാഗത്തേക്ക് പോവരുത്. അത് അയാൾക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതായത് ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്നോട് അത്ര കാലം യാതൊരുവിധ മാനസിക അടുപ്പമില്ലാതെ എന്നെ കാണുമ്പോൾ ശരിക്കും ആ രീതിയിലൊക്കെ പെരുമാറിയിരുന്ന ആളുകൾ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരും, എന്നെ നോക്കി കരഞ്ഞ് സഹതപിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ വളരെ ബുദ്ധിമുട്ടൊന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അവളെ ഞാൻ ഇന്നും ഓർക്കണം. അവൾ എന്നോട് പെരുമാറുന്ന രീതി എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. എന്നെ പെട്ടെന്ന് എല്ലാവരും വന്ന് സാധിപ്പിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവളുടെ ഒരു ഫോണ് വരും ഇടയ്ക്ക്. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ, ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് വിളിച്ച് ഇതേപ്പറ്റി ഒന്നും ചോദിക്കില്ല. എടാ നിനക്ക് എന്താ കഴിക്കാൻ തോന്നുന്നത്? നീ ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനിപ്പോൾ ടൗണിലാണ്, നീ കുറച്ച് പൊക്കോട കൊണ്ടുത്തരട്ടെ. അപ്പം ഞാൻ വിചാരിക്കും, ഇവളെന്താ എന്നോടൊന്നും ചോദിക്കാത്തത്, ഇവൾ മാത്രം എന്നോട് സഹതപിക്കാത്തത്, ഇവളെന്താ ഇതേപ്പറ്റി ഒന്നും ചോദിക്കാത്തതെന്ന് ഞാൻ അന്ന് കരുതാറുണ്ട്. പക്ഷേ അതാണ് റൈറ്റ് വേ. ശരിക്കും നമ്മളത് സഹതപിക്കാനല്ല, നമ്മൾ കൂടെ നിൽക്കാനാണ് ആൾ വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ്, അത് ആക്സിഡൻറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ദൈവം തന്ന ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്, അത്രയേ ഉള്ളൂ. ഒരു 10-16 ദിവസം ഞാൻ ഒന്ന് വീട്ടിലിരിക്കേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ 16 ദിവസം കൊണ്ട് ഞാൻ വലിയൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ബേസിക്കലി എനിക്കിപ്പം അധികം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആദ്യമേ ഞാൻ അങ്ങനെ ആയതുകൊണ്ടാവാം, എനിക്കൊരു തൂവൽ സ്പർശം മതിയായിരുന്നു ശരിയാവാൻ. എന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തലോടി തരാൻ എന്തെങ്കിലും ഒരു ടച്ച് മതി, ഫെദർ ടച്ച് മതി, ഞാൻ ഉഷാറായിട്ട് എണീറ്റ് ഓടും. പക്ഷേ ഫെദർ ടച്ച് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ അങ്ങനെ കിടന്നു പോവുകയും ചെയ്യും. ശരിക്കും ആ 10-16 ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞൊരു സമയമാണ്. അവിടുന്ന് എൻ്റെ ചില സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിയുമ്പോൾ ചിലർ വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മാത്രം പോയില്ലേ, മിസ് എന്താ വിചാരിക്കുക എന്ന് കരുതി വരുന്നവരുണ്ട്. എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല, അവർക്കും പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. എന്നാൽ ചിലർ വരുമ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിടയ്ക്ക് വരണം. കാരണം വേറൊന്നിനല്ല, എനിക്ക് ആ സമയത്ത് പൊന്താൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു, തിരിച്ചെണീക്കാൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിന്ന് പോവരുത് എന്നുള്ളൊരൊറ്റ തോന്നൽ മതി ഞാൻ ഈ കിടക്കയിൽ പൊങ്ങാൻ. അതിന് എന്ത് എല്ല് പൊട്ടിയാലും വേണ്ടില്ല, എന്ത് പറ്റിയാലും വേണ്ടില്ല, അവരൊറ്റ തോട്ട് മതി എന്നെ ഈ കിടക്കയിൽ നിന്ന് എണീപ്പിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമുക്കൊരു കാര്യം, ഒരാളെ കാണുമ്പോൾ ഇയാളെന്നെ കാത്തിരിക്കാനുണ്ട്, അല്ലെങ്കിൽ എണീറ്റിട്ട് ഇന്നൊരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട് എന്ന തോന്നൽ നിങ്ങൾ കാരണം മറ്റേയാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലണം. ഇപ്പോഴൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ശരിക്കും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ്. അതായത് അത് വെറുതെ പറയണതല്ല കേട്ടോ. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് മാത്രം എന്താടാ അങ്ങനെ, എപ്പോഴും എന്താ എനിക്ക് മാത്രം അങ്ങനെ പ്രശ്നങ്ങൾ നമ്മളും ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവർ പറയണം നമുക്ക് കേൾക്കാറുണ്ട്. നമ്മൾ അയ്യോ ശരിയാട്ടോ, എന്താ അവർക്ക് മാത്രം ഇങ്ങനെ. അതല്ല, നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് ദൈവം നിങ്ങളെ സെലക്ട് ചെയ്യുന്നതാണ്. ബൈ ബർത്ത് നിങ്ങൾക്കതുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി എനിക്കുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് വഴിയെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തരണം ചെയ്യാനുള്ള പവർ എൻ്റെ ഉള്ളിലുണ്ട്, അതിനുള്ള ഫയർ എൻ്റെ ഉള്ളിലുണ്ട്. ശരിയാണ്, സമയമെടുക്കും. പക്ഷെ നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും ഇതാണ് ആ പ്രശ്നം പറ്റിയ ആൾക്ക്. ചിലരെ നിങ്ങൾ നോക്കൂ, ചില വീടുകളിൽ നിങ്ങൾ ചെന്ന് നോക്കൂ,
ഒട്ടും പ്രായമാവാതെ, അതായത് ശരിക്കും വളരെ യങ്ങായിരിക്കും, യൗവനത്തിലൂടെ കടന്നു പോയിരിക്കും, പക്ഷേ വളരെ വാർദ്ധക്യം ബാധിച്ച ആളുകളെ പോലെയാണ് അവർ ജീവിച്ച് തീർക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ എത്രയോ കാണാറുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ. കാരണം ഒന്നിലും കോൺഷ്യസ് അല്ലാതെ, കാരണം അവർക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല, അവരെ പ്രതീക്ഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നുമില്ല അവർക്ക് ചുറ്റുപാടും. അതുകൊണ്ടാണ് അവരങ്ങനെ ജീവിച്ച് തീർക്കുന്നത്. നേരെ തിരിച്ച് ചില പ്രായമായിട്ടുള്ള ആളുകൾ, അതായത് വാർദ്ധക്യത്തിലൊക്കെ എത്തിയ ആളുകൾ വളരെ യങ്ങായിട്ട് എനർജറ്റിക് ആയിട്ട് ജീവിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? നമുക്ക് വെറുതെ ഇപ്പം ഞാൻ കാണാറുണ്ട് ചില വീഡിയോയുടെ താഴെ ചില ലേഡീസ് നല്ല എന്തെങ്കിലും അല്ല ചില ജെൻസ് ഇട്ട് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ആയിട്ട് വരും, നിങ്ങൾക്ക് പൈസ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ആവും. എന്ത് നമ്മൾ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല. അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്. അവർക്ക് അങ്ങനെ നന്നായി ജീവിക്കുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ കുറ്റം പറയാൻ മാത്രം നിൽക്കരുത്. പൈസ ഉള്ളതുകൊണ്ട് മാത്രമൊന്നും ഒരാളങ്ങനെ, അത് അയാളുടെ കഴിവാണ് അങ്ങനെ നിൽക്കുക എന്നുള്ളത്. അപ്പം അയാൾക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് അയാൾക്കുണ്ട്. അല്ലെങ്കിൽ നമ്മളെന്താണെന്ന് വെച്ചാൽ പ്രായമാവാതെ തന്നെ നമ്മൾ എന്താ പറയുക, ചത്ത പോലെ ജീവിക്കുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയി പോകും. അതായത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകും. മനസ്സിന് മാത്രമേ പ്രശ്നമുള്ളെങ്കിലും നമ്മുടെ ശരീരത്തിന് അത് ബാധിക്കും. നമ്മളെ കാത്തിരിക്കാൻ ഒരാൾ, നമുക്ക് പ്രതീക്ഷ നൽകാൻ ഒരാൾ, എന്തെങ്കിലും ഒരു അവസ്ഥ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് വേണം. അതെന്തോ ആയിക്കോട്ടെ. എനിക്ക് എൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു കൊതി മതി. എനിക്കിവിടെ നിന്ന് കുറേ ദിവസം ജീവിക്കാൻ, ബുക്കിനുള്ളത് എഴുതി തീർക്കാനോ, എനിക്കൊരു പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, അയാൾക്ക് എന്നെ കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ടൊരു യാത്ര ചെയ്യണം, എനിക്ക് എൻ്റെ സുഹൃത്തിനെ കാണണം, എൻ്റെ മകളെ വളർത്തണം, അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ മതി. എന്തെങ്കിലും ഒന്ന് നിർബന്ധമായി നമുക്ക് വേണം. ആ ഒരാളാവാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ആ അവസ്ഥയിൽ ഒരു വിളി വിളിക്കാൻ മറക്കരുത്.